ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 1 കപ്പ് നുറുക്കുകോതമ്പും 1/2 ലിറ്റർ പാലും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പായസമാണ്. ഇത് പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ റേഷൻ കിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നുറുക്കുകോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് 250 ml കപ്പിൽ 1 കപ്പ് നുറുക്കുകോതമ്പാണ് എടുക്കുന്നത്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വെള്ളം വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റ് വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒരു വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, കയ്യിൽ ചെറിയ നനവൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മളിതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഈ നുറുക്കുകോതമ്പ് കഴുകി വാരി വെച്ചിട്ടുള്ള നുറുക്കുകോതമ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ നുറുക്കുകോതമ്പ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് ഒന്ന് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് വറവായി കിട്ടും. ഒരുപാട് കറുത്ത് പോകരുത്, മൂത്തും പോകരുത്. പിന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നുറുക്കുകോതമ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് നുറുക്കുകോതമ്പിലേക്ക് ഒരു 4.5 കപ്പ് വെള്ളം ഞാൻ അപ്പുറത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് നുറുക്കുകോതമ്പിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന നുറുക്കുകോതമ്പുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ചില ഗോതമ്പിന് വേവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാൻ മറക്കരുത്. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത്, 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാല് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അത് വിസിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. പാലും നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പാലൊന്ന് അടച്ചു വയ്ക്കുകയാണ്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പാട് ചൂടും, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, നമ്മുടെ നുറുക്കുകോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, 1 കപ്പ് നുറുക്കുകോതമ്പിലേക്ക് എനിക്ക് 4.5 കപ്പ് തിളപ്പിച്ച വെള്ളം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നുറുക്കുകോതമ്പിനനുസരിച്ചിരിക്കും കേട്ടോ, വേവിനനുസരിച്ചായിരിക്കും വെള്ളം. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഇതിലേക്ക് ഞാൻ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, പെട്ടെന്ന് വറ്റിപ്പോകും. നല്ലൊരു ടേസ്റ്റിനാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ അല്പം താഴ്ത്തി വെച്ചിട്ട് നമ്മളിതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ പാലൊന്ന് വറ്റി വരും. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. കണ്ടോ, പാൽ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് മധുരം കമ്മിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ. ആ മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ ഒരു 2 ഏലക്കയോളം ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പാലടയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കൊരു അടിപൊളി നുറുക്കുകോതമ്പിൻ്റെ പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓണത്തിന് ഒരുപാട് പായസങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതേപോലൊരു പായസം കൂടി തയ്യാറാക്കി നോക്കുകൊണ്ടു, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇനി ഈ കാരമൽ സിറപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കാഷ്നട്ടോ അതുപോലെ തന്നെ കപ്പലണ്ടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് നുറുക്കിയിട്ട് വെറുതെ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയായ നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ